മലപ്പുറത്ത് നിപ്പ ബാധിച്ചു മരിച്ച 14-കാരന് എങ്ങനെ വൈറസ് ബാധ വന്നു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. അല്പസമയം മുമ്പാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വന്നത്. നിപ്പ ബാധിച്ചു മരിച്ച കുട്ടി അമ്പഴങ്ങ് കഴിച്ചിരുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട്. കുട്ടിയുടെ സുഹൃത്തുക്കൾ അമ്പഴങ്ങ് കഴിച്ചിട്ടില്ല. മലപ്പുറം തുവ്വൂരിൽ പനിയുണ്ടായിരുന്ന യുവാവ് മരിച്ചതിൽ മരണകാരണം അന്വേഷിക്കും. ഇന്ന് 9 പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് 4 പേരും, അതിൽ 2 പേർ പ്രൈമറി കോണ്ടാക്റ്റ് ആണ്, 2 പേർ സെക്കൻഡറി കോണ്ടാക്റ്റും. അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ 2 പേരാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 350 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. 350 പേർ 3 ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ ഓഫീസറോട് പറഞ്ഞിട്ട് അതിൽ പരിശോധന നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു എന്താണ് കേസ് ഹിസ്റ്ററി എന്നുള്ളത് കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ ഒരു വിവരം കൺട്രോൾ റൂമിലേക്ക് ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധന നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരിട്ട് ലിങ്കൊന്നും പ്രഥമ ദൃഷ്ടിയ കണ്ടിട്ടില്ല, പക്ഷെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങൾ നൽകും. സാജിദ്, പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പങ്കുവച്ചത്. കാട്ടമ്പഴങ്ങ ഈ മരിച്ച 14-കാരൻ മാത്രമാണ് കഴിച്ചത്. കൂടെയുണ്ടായിരുന്ന കുട്ടികൾ കഴിച്ചിട്ടില്ല. എങ്കിലും ഈ 14-കാരിൽ നിന്ന് ആർക്കെങ്കിലും പകർന്നിട്ടുണ്ടോ എന്നുള്ള സംശയം തീർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ പരിശോധനകളൊക്കെ. അപ്പോൾ ഈ കേന്ദ്ര സംഘം മലപ്പുറത്ത് എത്തുമ്പോൾ ഇനി ഏതൊക്കെ രീതിയിലുള്ള പരിശോധനകളും അന്വേഷണങ്ങളുമായിരിക്കും അവിടെ നടക്കുക? സൈഫുദ്ദീൻ, നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു നിപ്പ റിപ്പോർട്ട് ചെയ്താൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി സാധാരണ നിലനിൽക്കാറുള്ളത്. കാരണം നിപ്പ വൈറസ് എങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു, പിന്നീട് അത് ഒരു രോഗം മൂർച്ഛിക്കുന്ന സമയത്താണ് മറ്റുള്ളവരിലേക്ക് ഇത് പകരുക എന്നുള്ളത്. വൈറസ് ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഈ രോഗം മൂർച്ഛിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഈ കുട്ടിയും സുഹൃത്തുക്കളും ഈ കളി കഴിഞ്ഞ് കുളിക്കാനായി പോകുന്ന സമയത്താണ് ഒരു കാട്ടമ്പഴങ്ങ പറിച്ച് കഴിക്കുന്നത്. ഈ സമയത്ത് മറ്റു കുട്ടികളാരും തന്നെ ഈ കാട്ടമ്പഴങ്ങ ഭക്ഷിച്ചിട്ടുമില്ല. ഇവിടെ വവ്വാലുകളുടെ സാന്നിധ്യം വലിയ തോതിൽ ഉണ്ട് എന്നുള്ളതും മൃഗസംരക്ഷണ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ആരോഗ്യവകുപ്പ് എത്തുന്നൊരു നിഗമനം ഈ കാട്ടമ്പഴങ്ങ ആയിരിക്കാം ഈ കുട്ടിക്ക് നിപ്പ വരാനുള്ള കാരണം എന്നുള്ളതാണ്. കാരണം ഈ മനുഷ്യ ശരീരത്തിലേക്ക് ഈ വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളും മറ്റും ഭക്ഷിക്കുന്നതിലൂടെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് നിപ്പ എത്താനുള്ള സാധ്യത. പിന്നീടുള്ളൊരു സാധ്യത ഈ വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്ക് വരികയും പന്നിയിൽ നിന്ന് മനുഷ്യ ശരീരത്തിലേക്ക് വരികയും എന്നുള്ളതാണ്. പക്ഷേ ഈ മരിച്ച 14-കാരൻ പന്നികളുമായി ഒരു തരത്തിലുള്ള സമ്പർക്കത്തിലും ഏർപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വവ്വാലുകൾ ഭക്ഷിച്ചതിൻ്റെ ബാക്കിയോ ഇല്ലെങ്കിൽ വവ്വാലുകൾ ഈ മരത്തിൽ ഇരുന്ന സമയത്ത് അതിൻ്റെ വായിൽ നിന്നും മറ്റും വന്ന സ്രവത്തിലൂടെയോ ആയിരിക്കാം ഈ കുട്ടിക്ക് നിപ്പ വന്നത് എന്നുള്ളതാണ്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഇന്നലെ ഈ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുണ്ടായിരുന്ന 6 പേർ ഉൾപ്പെടെ 7 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇന്ന് ആകെ 13 പേരുടെ പരിശോധനാ ഫലമാണ് പുറത്ത് വരാനുള്ളത്. ഇതിൽ കുട്ടിയെ ഏറ്റവും കൂടുതൽ പരിചരിച്ച കുട്ടിയെ പല സമയങ്ങളായി ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കുട്ടിയുടെ മാതാവും പിതാവും അമ്മാവനും ഉൾപ്പെടെ ഉള്ള ആളുകളുടെ പരിശോധനാ ഫലമാണ് വരാനുള്ളത്. ഇവർക്ക് 3 പേർക്കും യാതൊരുവിധ രോഗലക്ഷണങ്ങളുമില്ല. കുട്ടിയുടെ വീട്ടിലുള്ള മറ്റാളുകൾക്കും യാതൊരുവിധ രോഗലക്ഷണങ്ങളുമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആകെ 9 പേരുടെ പരിശോധനയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 4 പേരുടെ പരിശോധനയുമാണ് ഉള്ളത്. സിജോ തിരുവനന്തപുരത്തെ രോഗികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഈ തിരുവനന്തപുരം കൂടാതെ പാലക്കാട് ജില്ലയിൽ നിന്ന് 2 പേർ കൂടി കുട്ടിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. ഇത് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലെ നഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഉള്ളത്. ഈ തിരുവനന്തപുരത്ത് നേരിട്ട് സമ്പർക്കം 2 പേർക്കും മറ്റേത് നേരിട്ടല്ലാത്ത ഈ സെക്കൻഡറി കോണ്ടാക്റ്റ് ആണ് ഉള്ളത്. നിലവിൽ 350 പേരാണ് ആകെ ഈ കുട്ടിയുമായി സമ്പർക്കത്തിൽ ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 101 പേരാണ് ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 6 പേർക്കാണ് നിലവിൽ പനി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിലായി 240ഓളം
ടീമുകളായി ഓരോ വീടുകളിലും കയറി പരിശോധിക്കുന്നുണ്ട്. ജലദോഷമോ ഇല്ലെങ്കിൽ തലവേദനയോ പനിയോ ഉള്ള മുഴുവൻ ആളുകൾക്കും മരുന്നുകൾ നൽകുകയും ഇവരെ നിരീക്ഷിക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്. ICMRന്റെ സംഘം മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി നിലവിലുള്ള രോഗികളെ പരിശോധിക്കും. ഇത് കൂടാതെ അവിടെ നിരീക്ഷണത്തിലുള്ള ആളുകളുമായി സംസാരിക്കും. ഇത് കൂടാതെ ഈ സ്ഥലത്തേക്ക് പോകുന്ന കാര്യം അടുത്ത ദിവസമായിരിക്കും ഉണ്ടാവുക. നിലവിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ചില ആളുകൾക്ക് ശക്തമായ പനിയുണ്ട്, അതുകൂടി പരിശോധിക്കും. ഈ പാണ്ടിക്കാട് ഈ കുട്ടിയുടെ വീട് നിൽക്കുന്നതിന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് തുവ്വൂർ പഞ്ചായത്തിലുള്ള 35 വയസ്സുകാരൻ ഇന്ന് മരിച്ചിട്ടുണ്ട്.